Hello friends, welcome back to our channel Mums Daily. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പാണ് അല്ലെ പാലപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പാലപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, കപ്പി കാച്ചുന്നില്ല. ഇങ്ങനെയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വാദുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണെന്ന് കാണിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാർ ചെയ്യുന്ന ഒരു ഈസ്റ്റൊന്നും അധികം പ്രാബല്യത്തിലൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാവുമ്പം ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പോളം, ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ അളവെടുക്കുന്നത്. ബാക്കിയുള്ള അളവൊക്കെ ഈ കപ്പിനകത്താണ്. അപ്പോൾ ഈ ഒരു അളവ് കപ്പിൽ ഞാൻ 2 കപ്പോളം ഇഡ്ലി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഡ്ലി റൈസിന് പകരം സോന മസൂരി റൈസ് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പക്ഷേ എപ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇഡ്ലി റൈസ് കൊണ്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 കപ്പോളം ഇഡ്ലി റൈസ് ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് കുതിർന്ന് വന്നിട്ടുമുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഈസ്റ്റിന് പകരം നമ്മൾ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ഉഴുന്നും പരിപ്പാണ്. നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ നമ്മൾ അരയ്ക്കുന്ന അതേ ഉഴുന്നും പരിപ്പ് തന്നെ 1.5 ടേബിൾ സ്പൂണേ എടുക്കാൻ പാടുള്ളൂ. അതിനേക്കാളും കൂടുതൽ എടുക്കാൻ പാടില്ല. അതും ഇതുപോലെ തന്നെ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഈ ഒരു ഉഴുന്നും പരിപ്പിൻ്റെ അളവ് കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ 3 മണിക്കൂറോളം തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചെരുവിയ തേങ്ങയാണ്. അതൊരു 3/4 കപ്പോളം, അല്ലെങ്കിൽ 3/4 തുടങ്ങി 1 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം. 3/4 കപ്പോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തുള്ളത് നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന് ചോറ് എടുത്തിട്ടുണ്ട്. കുക്ക്ഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഈ ഒരു കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൈസും ഈ ഉഴുന്നും പരിപ്പും നല്ലതുപോലെ 3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളതാണ്. ഞാൻ അതൊരു പാത്രത്തിനകത്തോട്ട് ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ റൈസ് ഇട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ ഞാൻ ഉഴുന്നും പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ കുക്ക്ഡ് റൈസും ഇടാൻ പോവാണ്. റൈസും ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്നത് ചെരുവിയ തേങ്ങ. ഇതെല്ലാം ചേർത്ത് നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു കുറച്ച് സമയം എടുത്ത് ഒരു 1 മിനിറ്റിന് താഴെ സമയം എടുക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉടനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു മിക്സിയുടെ ഒരു വലിയ ജാറിലാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. ഒരു വലിയൊരു ജാറിൽ നമുക്ക് കുറേശ്ശെ അരയ്ക്കാം കേട്ടോ. നമുക്കറിയാം, എന്നാലും അത് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു വരത്തുള്ളൂ. ഇത് മിക്സിയുടെ ജാറിൽ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനപ്പോൾ ആദ്യം ഇച്ചിരി കോലാണ് ഇടുന്നത്, എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനിയൊരു കുഞ്ഞൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളിത് അരയ്ക്കുമ്പോൾ വെള്ളം കൂടാതിരിക്കാനായിട്ട് നമ്മൾ ഈ മിക്സി ജാറിനകത്ത് ഈ റൈസ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം വെള്ളം അതേ ലെവലിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ. ഒരിക്കലും ആ ഒരു ലെവൽ വിട്ട് മേലെ പോവരുത്. നമുക്കിങ്ങനെ കാണാൻ പറ്റണം ആ വെള്ളം അതേ ലെവലിൽ കിടക്കുന്നത്. അങ്ങനെ നിങ്ങൾ അരച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുകയോ കുറയോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണൊരു ടിപ്പ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നമുക്ക് വെള്ളം അതേ ലെവലിൽ അങ്ങ് കിടക്കണം. ഒരിക്കലും അതിന് മേലേക്ക് അങ്ങ് പോവരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമ്മളിട്ട ഒരു ബാച്ച് ഇട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെ തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ അരഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കറക്റ്റായിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി മൂടി വെച്ച് ഒരു 7-8 മണിക്കൂർ ഇതൊന്ന് നമുക്കൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂട് സ്ഥലത്തൊക്കെയുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ രാത്രി മുഴുവൻ പുറത്തൊക്കെ വെച്ചാൽ മതിയാവും. അതായത് അടുക്കളയിലൊക്കെ വെച്ചാൽ മതിയാവും. പക്ഷേ ഇവിടെ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഓവനകത്ത് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചാൽ മാത്രം മതിയാവും. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഓവൻ ഹീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത്
അതിൻ്റെ ഡോറും ക്ലോസ് ചെയ്ത് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ എനിക്കിതാ ഞാൻ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ അടുത്ത ദിവസം നമ്മുടെ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. നമ്മൾ അപ്പൊക്കെ പുളിച്ച് വരുമ്പോഴത്തുള്ള ഒരു മണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി നമുക്കിതിനകത്ത് ഇതിപ്പോൾ നല്ല കട്ടിയിലല്ലേ ഇരിക്കുന്നത്. നമുക്കിതൊരു അപ്പത്തിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ പശുവിൻ്റെ പാലോ ആണെങ്കിലും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിതിനകത്ത് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മളിതിനകത്ത് ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, തേങ്ങാപ്പാൽ ഇതൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ നല്ലൊരു സോഫ്റ്റ് അപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി തേങ്ങാപ്പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്ത് ഞാൻ ഒരു എക്സ്ട്രാ സീക്രറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പലരും ചെയ്യുന്നുണ്ടാവും. ഞാനിവിടെ ഒരൊറ്റ മുട്ട നല്ലതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുട്ട ഞാൻ നമ്മുടെ മിക്സ്ചറിലോട്ട്, അതായത് നമ്മുടെ ബാറ്ററിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. ഈ ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ മുട്ട ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പം അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഇനിയിപ്പോൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മണം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. ഒരു മണം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു മണം പോലും ഉണ്ടാവില്ല. മുട്ടയുടെ ഒരു കുത്തലോ മണോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ മുട്ട ചേർത്തു, നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തു. പിന്നെ ഞാനതാ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബാറ്റർ ഞാൻ നല്ലതുപോലെയൊക്കെ മിക്സ് ചെയ്തു. ഞാനിതുപോലെ ഒരു അപ്പച്ചട്ടിയിൽ ഇതൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ആയി കഴിയുമ്പം എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൈഡെല്ലാം നല്ല ഭംഗിയിൽ ചെറിയൊരു ഗോൾഡിഷ് കളറൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്പം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ അപ്പം ഞാൻ ഒരു 2 വിരൽ വെച്ചിട്ടൊന്ന് മുറിച്ച് കാണിക്കുകയാണ്, ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട്. കണ്ടോ, ഞാൻ ഈ 2 വിരലുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇതൊന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ അല്ലെ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നില്ല, പിന്നെ ഇതിനകത്ത് കപ്പി കാച്ചുന്നില്ല. അത്രയും എളുപ്പത്തിലാണ് നമ്മളിത് വളരെ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.